ചലഞ്ച് ചെയ്യാൻ റെഡിയാണോ? ഞാൻ വെല്ലുവിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏതോ ഒരു അയ്യോ പാവത്തിനെ വന്ന് ഇടിച്ചിട്ട് വന്നിരുന്ന കൊട അടിക്കുന്ന കാണുമ്പോഴാണ് അവർക്ക് മറുപടി ഞാൻ കൊടുക്കാനുള്ളത് യെസ്, ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇപ്പൊ എവിടെ നോക്കിയാലും ഇവനെ ചാലഞ്ച് ചെയ്യുന്ന ആൾക്കാരാ മൊത്തവും. ഇവൻ കുറെ അടി എരന്ന് വാങ്ങും ഉറപ്പാ. മറ്റേ 3 മാസം മാത്രം ട്രെയിൻ ചെയ്തവനെ വന്ന് ഇടിച്ച കൂട്ടല്ല, കുറെ വർഷം കൊണ്ട് ട്രെയിൻ ചെയ്യുന്നവന്മാരെ വന്ന് അടിക്കുന്നത്. അവന്മാരോട്ട് വല്ലതും ചാലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ ഷഡ്ഡി കീറി കൈ വരും. കുറച്ച് മാനദണ്ഡം ഉണ്ട്, അല്ലാണ്ട് ഈ പാടത്തും പറമ്പിലും തല്ലിവിടാൻ ഞാൻ റെഡിയല്ല. എന്തോ പാടത്തും പറമ്പൊന്നും ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നീ പോയി പഞ്ചായത്ത് മേളയ്ക്ക് പോയി കളിച്ചിട്ട് വന്നതും പോരാ, എന്നിട്ട് മറ്റുള്ളവരെ കളിയാക്കാൻ പോലും. പിന്നെ കുറെ അലിഗേഷൻസ്, ഇത് ഫേക്ക് ഫൈറ്റ് ആണ്, ഒരു ഫേക്ക് ചാമ്പ്യൻഷിപ്പ്, കുറെ അലിഗേഷൻസും പലരും എന്ത് ചെയ്ത് ഒരു പ്രൂഫും ഇല്ലാണ്ട് വന്നിട്ട് എന്ത് ചെയ്ത് ആരോ എന്തോ പറഞ്ഞു എന്ന് വെച്ചിട്ട് എന്തോ റിയാക്ട് ചെയ്തോ കണ്ടിരുന്നു. നീ തന്നെ ഒന്ന് ആലോചിക്കുന്ന റിങ്ങിനകത്ത് എന്തോ കാണിച്ചത്. നീ എന്തോ ഹസ്കി ഡാൻസ് കളിക്കുന്ന എന്റെ കിടന്നു. വ്യക്തമായ പ്രൂഫോട് കൂടിയിട്ട് ഞാൻ എന്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ആരാണ് ഒപ്പോണന്റ്, എന്താണ് എന്ത് ചെയ്ത് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാനുള്ള മാനദണ്ഡം. എടാ നീ തന്നെ അല്ലേടാ പറഞ്ഞ സ്റ്റേറ്റിൽ പോയി കളിച്ച് ഗോൾഡ് മെഡലും കൊണ്ട് വന്നത്. എന്തുവാ പഞ്ചായത്ത് മേളയ്ക്ക് പോയി കിട്ടിയ ഗോൾഡ് ബിസ്ക്കറ്റ് കൊണ്ട് വന്നിട്ട് മറ്റുള്ളവരെ പറ്റിക്കുന്നോടാ, എന്നിട്ട് ഗോൾഡ് മെഡൽ കിട്ടിയെന്ന്. എടാ നിന്റെ അപ്പുറത്ത് നിന്നവൻ അവനൊരു തേങ്ങ അറിയത്തില്ല. അവനൊരു 3 മാസം എങ്ങാണ്ടായതല്ലേ ഉള്ളു കളിക്കാൻ വന്നിട്ട്. അവനെ ഇട്ട് നീ പട്ടിച്ചോ അവിടെ നിർത്തി കാണിച്ച് അവനെ അപമാനിച്ച് വിട്ടിട്ട് ഇവിടെ വന്നിട്ട് നീ കൊണയടിക്കുക, എന്നിട്ട് ഗോൾഡ് മെഡൽ കിട്ടുന്നത്. അവനെ അടിച്ചതിനാണോ നിനക്ക് ഗോൾഡ് മെഡൽ കിട്ടി നീ ജയിച്ചു എന്ന് പറഞ്ഞ് പറയുന്നത്? എന്തായാലും നീ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തു. ഇനി എല്ലാം കൂടെ വന്ന് മെയിനിട്ടങ്ങ് പോകും. ഓന് നിന്റെ പൊടി പോലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്മാരെടുത്ത് അടിച്ച് നിന്റെ കൈ തരും. നീ കണ്ടു, നിനക്ക് കിട്ടാൻ പോകുന്നതിലെല്ലാം സന്തോഷമേ ഉള്ളൂ. നിനക്ക് ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. തൂക്കി മക്കളെ തൂക്കി, ഊക്കി മക്കളെ ഊക്കി, നാട്ടുകാർ മൊത്തത്തിലിട്ട് ഊക്കി. റിങ്ങിൽ ഇറങ്ങണം കുറച്ച് കനം വേണം. അപ്പൊ എന്ത് ചെയ്ത് വെക്കട ഇതിന്റെ മേലെ ഒന്ന് പറയാനുള്ളൂ. കലോത്സവത്തിന് കിട്ടിയ സർട്ടിഫിക്കറ്റും ഗോൾഡ് ബിസ്ക്കറ്റും ഇറങ്ങി ചിരിപ്പിക്കാതെ പോണാ അവിടുന്ന്.